അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദ്വാനില്ലാ അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ റബീഉൽ അവ്വലിനെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാൻ നമുക്ക് സാധിച്ചു. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒട്ടനവധി റബീഉൽ അവ്വലുകൾ സ്വാഗതം ചെയ്തവരാണ് നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണെന്ന് നമുക്കറിയാം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അദമ്യമായ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണമെന്ന് നാം ആഗ്രഹിക്കുന്നു. അത് നമ്മുടെ ജീവിത വിജയത്തിന്റെ ഭാഗം കൂടിയാണ്. എന്നാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ട് എന്നതിൻ്റെ ബഹിർപ്രകടമായ അടയാളങ്ങൾ പലതുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുചര്യകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളത്. പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ആ സമ്പൂർണ്ണ ജീവിതത്തിൽ നിന്നുള്ള ഓരോ സുന്നത്തുകൾ, ചര്യകൾ, മാറി വരുന്ന, നമ്മളിലേക്ക് കടന്നു വരുന്ന ഓരോ റബീഉകളിലും നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതായിട്ടുണ്ട്. വലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നമുക്ക് ഉത്തമമായ മാതൃകയുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. ഈ റബീഉൽ അവ്വലിൽ നാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി ഭാഗമാക്കേണ്ട തിരുസുന്നത്തുകളെ കുറിച്ചുള്ള പരിചയപ്പെടലാണ് നാം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ റബീഉൽ അവ്വൽ നാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി എടുക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു സുന്നത്തിനെ കുറിച്ചാണ് ഇന്ന് നാം പ്രതിപാദിക്കുന്നത്. സലാമത്തു സദർ, ഹൃദയവിശാലതയും ആരോടും പകയും വിദ്വേഷവും ഇല്ലാത്ത നിർമ്മല നിഷ്കളങ്ക ഹൃദയത്തിന്റെ ആളുകളായി തീരുക എന്നുള്ളത് മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതവും അങ്ങനെ തന്റെ സമുദായമാവണമെന്ന് ആഗ്രഹിച്ചതുമാണ്. തന്റെ 10 കൊല്ലത്തെ സേവകനായ ഖാദിമായ അനസ് റളിയല്ലാഹു അൻഹുവിനെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ ബുനയ്യ, എന്റെ കുഞ്ഞുമകനെ, ഇൻ ഖദർത അൻ തുസ്ബിയ വതുംസിയ ലൈസ ഫീ ഖൽബിക ഗശ്ശുൽ ലിഅഹദിൻ. പ്രഭാതത്തിലും പ്രദോഷത്തിലും ആരോടും വെറുപ്പില്ലാത്ത, പകയില്ലാത്ത, വിദ്വേഷമില്ലാത്ത ക്ലീൻ മനസ്സിന്റെ ഒരു ഉടമയാവാൻ നിനക്ക് സാധിക്കുമോ? എന്നാൽ ഫഫൽ, അങ്ങനെ ചെയ്യണം. അതിനുവേണ്ടി നീ അധ്വാനിക്കണം. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, സുമ്മ ഖാല ലി, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞു, യാ ബുനയ്യ വദാലിക മിൻ സുന്നത്തി, കുഞ്ഞുമോനെ, അതെന്റെ ചര്യയിൽപ്പെട്ടതാണ്. വമൻ അഹ്യാ സുന്നത്തി, എന്റെ ചര്യയെ ആരെങ്കിലും പുനരുജ്ജീവിപ്പിച്ചാൽ ഫഖദ് അഹബ്ബനി, അവനാണ് എന്നെ സ്നേഹിച്ചവൻ. വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന, എന്നെ സ്നേഹിച്ചവർ എന്നോടുകൂടെ സ്വർഗത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മനസ്സ് ഇങ്ങനെയായിരുന്നു. അനുയായികളായ നാം ഈ പകയില്ലാത്ത, വെറുപ്പില്ലാത്ത, വിദ്വേഷമില്ലാത്ത മനസ്സിന്റെ ഉടമകളാൻ വേണ്ടി ഈ റബീഉൽ അവ്വൽ മുതൽ നാം പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. നാം സ്വന്തം നമ്മെ വേദനിപ്പിക്കുകയാണ്, ശിക്ഷിക്കുകയാണ് യഥാർത്ഥത്തിൽ പകയും വിദ്വേഷവും ഉണ്ടാവുന്നതിലൂടെ ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ സ്വർഗത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആളുകളെ പ്രവേശിപ്പിക്കുമ്പോൾ അവരെ ഹൃദയങ്ങളെ പകയിൽ നിന്നും, വെറുപ്പിൽ നിന്നും, വിദ്വേഷത്തിൽ നിന്നും എല്ലാം മാറ്റിക്കൊണ്ട് ക്ലീൻ ചെയ്തുകൊണ്ടാണ് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വനസഅനാ മാ ഫി സുദൂരിൻ മിൻ ഗില്ലി, സ്വർഗവാസികളിലേക്ക്, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളെ
എല്ലാ പോര്, പക, വിദ്വേഷങ്ങളിൽ നിന്ന് നാം ക്ലീൻ ചെയ്തുകൊണ്ടാണ് അവരെ പ്രവേശിപ്പിക്കുന്നത് എന്ന് അള്ളാഹു പറയുന്നു. മഹാനായ ഇബ്നു അത്തിയ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിദ്വേഷവും പകയും അവരിൽ നിന്ന് ഒഴിവാക്കി നിർത്താൻ കാരണം അത് മനുഷ്യൻ അവനെ തന്നെ സൃഷ്ടിക്കുന്ന, അവൻ സ്വയം തനിക്ക് തന്നെ മാനസിക പീഡനം നൽകുന്ന ഒരു കാര്യമാണ് ഈ പക, വിദ്വേഷം എന്ന് പറയുന്നത്. സ്വർഗത്തിൽ ശിക്ഷയില്ലല്ലോ. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗവാസികളിൽ നിന്ന് ഇത്തരം പകയും വിദ്വേഷത്തെയും എല്ലാം എടുത്തുമാറ്റി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് ഇബ്നു അത്തിയ ഈ ആയത്തിന് വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളാവണമെന്ന് ആഗ്രഹിച്ച ഹബീബായ തങ്ങളുടെ തിരുചര്യയായ സലാമത്തു സ്വദർ, ആരോടും പകയും വിദ്വേഷവുമില്ലാത്ത മനസ്സിന്റെ ഉടമകളായി തീരാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ച് ആശിച്ച് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.